ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ പകുതി പോർഷൻസ് നമ്മൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഈ അടുത്ത് ന്യൂട്രിയൻസ് എന്നുള്ള പോർഷൻ, അതായത് ന്യൂട്രീഷൻ എന്താണ്, ഹെൽത്ത് എന്താണ്, മാൾ ന്യൂട്രീഷൻ എന്താണ്, റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് ആണിത്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായ ഒരു പോർഷനിൽ നിന്ന്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രിയൻസ് എന്താണ്. അതായത് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നോർമൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഡിസീസസ് വരാതെ തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാം കൃത്യം പ്രൊപ്പോർഷനിലുള്ള ആഹാരം നമ്മൾ കഴിക്കുന്നു. അതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ കഴിക്കുന്ന ആഹാരത്തിനകത്ത് പല പദാർത്ഥങ്ങൾ, പല ഘടകങ്ങൾ അതിനകത്ത് ഉണ്ട്. ആ ഓരോ പദാർത്ഥങ്ങളെയുമാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, പിന്നെ കൊളസ്ട്രോള്, അല്ലെ, അതുപോലെ വിറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ന്യൂട്രിയൻസ് ആണ്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, അത് ഏതൊക്കെ ആഹാരത്തിൽ കാണപ്പെടുന്നു, അത് എത്ര അളവ് നമുക്ക് വേണം, ഇതാണ് ആക്ച്വലി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ന്യൂട്രീഷൻ എന്നുള്ള സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ഒരു ന്യൂട്രിയൻസ് എന്നുള്ള ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കത് പഠിക്കാം. ഓക്കെ, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന കാര്യങ്ങളും പറഞ്ഞു തരും. ശ്രദ്ധിച്ചിരിക്കുക. ന്യൂട്രിയൻസ് എന്നാൽ എന്താണ്? ന്യൂട്രിയൻസ് ആർ the substances in food that the body uses for energy, to build tissues and to regulate various functions. ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ചില സബ്സ്റ്റൻസസ് ആണ്. അവയെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് നിർമ്മിക്കാനും, അതായത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുകൾ കൂട്ടം ചേർന്നിരിക്കുന്നതിനാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആ ടിഷ്യൂസ് വളരാനും ബിൽഡ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള മറ്റു ചില ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ചില വസ്തുക്കൾ ഫുഡിലുണ്ട്. അവയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻസ് ആർ ദ സബ്സ്റ്റൻസസ് ഇൻ ഫുഡ്സ് ദാറ്റ് ദ ബോഡി യൂസസ് ഫോർ energy, to build tissues and to regulate various functions. ഇതാണ് ന്യൂട്രിയൻസ്. ഇനി ന്യൂട്രിയൻസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂയൻസ് ഇൻ ഫുഡ് that must be supplied to the body in adequate chain, food web, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഹിസ്റ്ററിയും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. സോ ഹിയർ വി ആർ ഫിനിഷിംഗ് ഫസ്റ്റ് യൂണിറ്റ്. ഓക്കെ, ഡിഫൈൻ ഇവിടെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നില്ല. ബാക്കിയുള്ളത് ന്യൂട്രീഷൻ എന്താണ്, മാൾ ന്യൂട്രീഷൻ എന്താണ്, ഹെൽത്ത് എന്താണ് ഡെഫിനിഷൻ, നെക്സ്റ്റ് റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്, നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്, ക്ലാസിഫിക്കേഷൻ ന്യൂട്രീഷൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫുഡ്, ഫങ്ഷൻസ് ഓഫ് ഫുഡ്, ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മളോട് ഫിനിഷ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിൻ്റെ നോട്ട്, ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള നോട്ട്സ് തന്നെ വേറെ ഒരു പല ഷോർട്ടായിട്ടുള്ള നോട്ട്സുകൾക്ക്, ഒരു ഫർദർ റീഡിങ്ങിന് കൂടുതൽ ഇതിന് പുറമെ ഇതിലുള്ള ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ട് എഴുതിയെടുത്തിട്ടുണ്ടാകും. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ നോട്ട്സ് കൂടെ ഒന്ന് വായിച്ചു നോക്കുക. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഞാൻ പ്രത്യേകിച്ച് ഷെയർ ചെയ്തും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ബൈ.